നമസ്കാരം. രാജ്യത്തെയും കേരളത്തെയും രാഷ്ട്രീയമായി അടുത്തറിയുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും. തന്ത്രങ്ങളിൽ പയറ്റി തെളിഞ്ഞവരാണ് CPM-ന്റെ നേതാക്കൾ. അത് കേരളത്തിൽ മാത്രം കേട്ടോ. ഓരോ തിരഞ്ഞെടുപ്പിലും പുതിയ അടവുകളുമായി അവർ രംഗപ്രവേശനം ചെയ്യും. എതിരാളികളെ ചെറുക്കാൻ 18ാമത്തെ അടവ് വരെ പുറത്തെടുക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് CPM. അതിന്റെ ഭാഗമായി പാർട്ടിക്ക് വേണ്ടി പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് CPM. രാജ്യസഭാ MP-യും കൈരളി TV-യുടെ മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ് ആണ് ഈ യൂട്യൂബ് ചാനലിന് നേതൃത്വം നൽകുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് യൂട്യൂബ്. വിനോദ ചാനലുകൾക്ക് പുറമെ വാർത്താ ചാനലുകളും യൂട്യൂബിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ വിട്ടുവരുന്ന വലിയൊരു പ്രേക്ഷക വൃന്ദം ഇപ്പോൾ യൂട്യൂബിന് സ്വന്തമാണ്. ഈ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് CPM ഈ പുതിയ നീക്കത്തിന് തയ്യാറെടുക്കുന്നത്. കൈരളി TV-യും ദേശാഭിമാനിയും ഒക്കെ പാർട്ടിയുടെ മുഖപത്രങ്ങളായി ഉണ്ടായിരുന്നിട്ടും സോഷ്യൽ മീഡിയയിൽ പുതിയൊരു ചാനൽ തുടങ്ങാൻ പാർട്ടി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അതിന് പിന്നിലെ തന്ത്രങ്ങൾ എന്തെല്ലാമാണ്? കൈരളി TV, ദേശാഭിമാനി, യൂട്യൂബ് ചാനൽ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. അതായത് കൈരളി TVക്ക് കമ്മികളുടെ വലിയ പ്രേക്ഷക പിന്തുണയൊക്കെ ഉണ്ടെങ്കിലും അതൊരു പരമ്പരാഗത വാർത്താ ചാനലിന്റെ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് അതിൻ്റെതായ പരിമിതികളുമുണ്ട്. യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന കണ്ടന്റുകൾ കൈരളി TVക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യൂട്യൂബ് ചാനലിന് ആ സാധ്യതയുണ്ട്. യുവാക്കളെ ലക്ഷ്യം വെച്ചുള്ള പരിപാടികൾ, തത്സമയ ചർച്ചകൾ, പാർട്ടി പ്രവർത്തകരുമായുള്ള അഭിമുഖങ്ങൾ, സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ, പദ്ധതിയൊന്നും ഇല്ലെങ്കിലും വിശദീകരിക്കാലോ, ഇവയെല്ലാം ഈ ചാനലിലൂടെ അവതരിപ്പിക്കാൻ കഴിയും. അതുപോലെ വളരെ വേഗത്തിൽ വാർത്തകളും വിവരങ്ങളും ആളുകളിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് ചാനലിന് കഴിയുമെന്നാണ് അവരുടെ ഒരു അനുമാനം. ദേശാഭിമാനി ആവട്ടെ അച്ചടി മാധ്യമമാണ്. പുതിയ തലമുറ അച്ചടി മാധ്യമങ്ങളിൽ നിന്നും ഏറെ അകലെയാണ്. അവർക്ക് വേണ്ടത് പുതിയ വാർത്തകൾ, വേഗത, കാഴ്ചയുടെ പിൻബലം എന്നിവയൊക്കെയാണ്. അത് നൽകാൻ യൂട്യൂബിന് കഴിയും. കൂടാതെ സോഷ്യൽ മീഡിയയിൽ പാർട്ടി അനുകൂലിക്കുന്നവരെയും അവരുടെ അഭിപ്രായങ്ങളെയും ഏകീകരിച്ച് ഒരു വലിയ ശക്തിയായി വളർത്താനും യൂട്യൂബിന് കഴിയും. കൈരളി TV സ്ഥാപിച്ചത് മുതൽ അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ജോൺ ബ്രിട്ടാസിന് മീഡിയ മാനേജ്മെന്റിൽ വലിയ അനുഭവ സമ്പത്തുണ്ട്. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ നേതൃത്വം ഈ പുതിയ ചാനലിന് ഒരു ദിശാബോധം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാർട്ടിക്കുള്ളിലും പുറത്തും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസം ഈ ചാനലിന് ഒരു പുതിയ മുഖം നൽകും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുരേഷ് ഗോപി സാർ അദ്ദേഹത്തെ എയറിൽ കയറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഈ അനുഭവ സമ്പത്ത്. അപ്പോ വരുന്ന തിരഞ്ഞെടുപ്പുകൾ പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇല്ലെങ്കിൽ ഈ കനത്തരി കടുമല്ലോ. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വിജയം ആവർത്തിച്ചാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വിജയത്തിന് സഹായിക്കും. അതിനാൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷ പാർട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. അവരെ പ്രതിരോധിക്കാനും പാർട്ടിക്ക് അനുകൂലമായ വാർത്തകൾ പ്രചരിപ്പിക്കാനും പുതിയ യൂട്യൂബ് ചാനൽ സഹായിക്കും. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ യൂട്യൂബ് ചാനലിന് കഴിയും. കൂടാതെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനും ചാനലിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്താണ് ഈ മറുപടി എന്ന് നമുക്കറിയാം. കടക്ക് പുറത്ത്, അത് തന്നെ. അപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ പല പേരുകളിലായി പാർട്ടി അനുകൂല പേജുകളും ചാനലുകളൊക്കെ ഉണ്ട്. എന്നാൽ അവയൊന്നും പൂർണ്ണമായിട്ടും പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല. അതിനാൽ ചിലപ്പോൾ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അതിൽ വന്നേക്കാം. ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഒഴിവാക്കാനാണ് പാർട്ടിക്ക് പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ചാനൽ തുടങ്ങാനായി തീരുമാനിച്ചത്. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കാൻ പോകുന്ന ഈ ചാനലിനായി മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ജീവനക്കാരെയും കൊണ്ടുവരാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ചാനലിന്റെ പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്തായാലും ദ ഫോർത്തിനെയൊക്കെ ഏറ്റെടുക്കാൻ പാർട്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ സ്ഥാപന മേധാവികൾ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ആ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഇവരുടെ വേവ് ലെങ്ത് ഒരുമിച്ച് വന്നിരുന്നുവെങ്കിലും പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അത് നടന്നില്ല. ഏതായാലും ഇനി അടുത്ത അടവ് പയറ്റട്ടെ, കനൽത്തിരി കെടാതെ സംരക്ഷിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.